الحمد لله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹ ബഹുമാനമുള്ള സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരി സഹോദരന്മാർ, പ്രപഞ്ച പരിപാലകനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ അവസരങ്ങളിലും ഓർമ്മിച്ചുകൊണ്ട് ആവുന്നത്ര അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ അസംഖ്യം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. നാം ജീവിച്ചു തീർത്ത കഴിഞ്ഞ കാലങ്ങൾ മറക്കാതെ അവയിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹവും നിഗ്രഹവുമാകുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഒരു വിശ്വാസി അവൻ്റെ ജീവിതം തുടരേണ്ടത് എന്ന പാഠമാണ് ഇസ്ലാമിക നിയമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമ്മുടെ കഴിഞ്ഞ കാലത്തിലാണ് നമ്മുടെ വർത്തമാനവും ഭാവിയും നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് എന്നതാണ് വിശുദ്ധ ഖുർആൻ കഴിഞ്ഞ കാല പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ഗുണപാഠമായി പറഞ്ഞു തരുന്നത്. ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പല നിലക്ക് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് ലഭിച്ചിരുന്നില്ലാത്ത വിധത്തിലുള്ള സുഭിക്ഷമായ ഭക്ഷണം ഒരനുഗ്രഹമായി ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. നേരത്തെ ഒന്നും ഉണ്ടായിരുന്നിട്ടില്ലാത്ത അത്ര വാഹനങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ ഇന്ന് നമുക്കുണ്ട്. നമ്മുടെ ആരോഗ്യം പുഷ്ടിപ്പെടുത്താനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള അത്യന്താധുനികമായ സൗകര്യങ്ങളോടുകൂടിയുള്ള ചികിത്സാലയങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് പിന്നിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, ഊതി തീരുവോളം ഉട്ടുടുക്കാനുള്ള തുണിയും കുപ്പായവും ഇല്ലാത്ത ഒരു കാലം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടാകും. എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ കുപ്പായം ഇടാതെ, ഒരു ബനിയൻ പോലും ധരിക്കാതെ, ഒരു ചെരുപ്പ് പോലും ചവിട്ടാതെ ഈ എടവണ്ണ അങ്ങാടിയിലൂടെ നടന്നിരുന്ന കാരണവന്മാർ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അവർക്ക് വസ്ത്രം ധരിക്കാനില്ലാഞ്ഞിട്ടാണ്, ഒരു ബനിയന് പോലും വകയില്ലാഞ്ഞിട്ടാണ്. മാത്രമല്ല, പിന്നീടൊക്കെ ഉണ്ടായാൽ തന്നെ ഒന്നും ഇടാതെ ശീലിച്ച ആളുകൾ കുപ്പായം ഇടാതെ
അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോയ ആളുകളൊക്കെ ഈ ഇടവണ്ണക്കാരിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് വാഹന സൗകര്യം നോക്കൂ. നമ്മുടെ ഏത് വീട്ടിലാണ് ഒന്നും രണ്ടും വാഹനങ്ങളില്ലാത്തത്? ഒരു ടൂ വീലർ തന്നെയെങ്കിലും ഇല്ലാത്ത ഒരു വീടുമില്ല എന്ന് പറയാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വാഹനങ്ങളുടെയും സൗകര്യങ്ങളും ഒക്കെ കണക്കെടുക്കാൻ വേണ്ടി സെൻസസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് എന്ന ബോധമാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. അനുഗ്രഹങ്ങൾ മാറുന്നതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിലും മാറ്റം വരും. രോഗങ്ങൾ നമ്മുടെ ജീവിത ശൈലി നമ്മൾ മാറ്റുന്നത് കൊണ്ട് രോഗം അതിൻ്റെ ശൈലിയും മാറ്റിയിട്ടുണ്ട്. പണ്ടൊക്കെ ഉണ്ടായിരുന്ന വലിയ പേടിപ്പെടുത്തുന്ന രോഗം എന്ന് പറഞ്ഞാൽ കോളറ, വസൂരി, കുരിപ്പ് എന്നൊക്കെ പറയുന്ന രോഗമാണ്. അതേപോലെ തന്നെ ക്ഷയരോഗമല്ല. നമ്മുടെ ജില്ലയിലെ തന്നെ ക്ഷയരോഗ ചികിത്സാ കേന്ദ്രം മഞ്ചേരി എത്തുന്നതിന് മുമ്പുള്ള ആ ചരണയിൽ അതവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. കാരണം അവിടെ രോഗികളില്ല. പുതിയ പുതിയ രോഗങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കി തരുന്ന ഓരോ കാലത്തും നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ വിസ്മരിച്ചുകൊണ്ടുള്ളൊരു മുന്നോട്ട് പോക്ക് നമുക്കുണ്ടാകാൻ പാടില്ല. പ്രയാസവേളകളിൽ മനുഷ്യൻ പഠിച്ചവൻ ഓർക്കും. അള്ളാഹുവിൻ്റെ നേരെ മനസ്സ് തിരിച്ച് കൈകൾ ഉയർത്തി അവൻ ദുആ ചെയ്യും. പ്രയാസങ്ങൾ നീങ്ങിപ്പോയാൽ പിന്നെ പടച്ചോനെ മറക്കുന്ന ഒരു പൊതു സ്വഭാവം മനുഷ്യനുണ്ട് എന്ന് ഖുർആനിൽ പലയിടങ്ങളിലായി പല സൂറകളിലൂടെ സൂക്തങ്ങളിലൂടെ നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. ഖുർആൻ അധികം മക്കയിലെ ചരിത്രം പറയുന്നിടത്ത്, മക്കാ മുശ്രിക്കുകളുടെ അവിടെ സ്വഭാവം പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഫഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കപ്പലിൽ സഞ്ചരിക്കുകയാണെങ്കിൽ കടലിൽ കാറ്റും കോളും അതുണ്ടായി തിരമാലകൾ ആർത്തിരമ്പി അവരുടെ കപ്പലിലേക്ക് അടിച്ച് കയറുന്ന സന്ദർഭത്തിൽ അവർ ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കരായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യും. പഠിച്ചോനെ, ഞങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്ന്, അപകടത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റബ്ബേ. അന്ന് ആ നേരത്ത് റബ്ബിനോട് മാത്രം, ഏകനായ അള്ളാഹുവിനോട് മാത്രമാണ് മക്കയിലെ മുശ്രിക്കുകൾ ദുആ ചെയ്തിരുന്നത്. ഖുർആൻ പല സ്ഥലങ്ങളിലായി നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എന്നാൽ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിൽ നിന്ന്, ആ അപകടത്തിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് അവരെ കരകയറ്റിയാൽ, അവർ അതിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെയും അതാ അള്ളാഹു അല്ലാത്തവരുടെ നേരെ തിരിഞ്ഞ് അവർ ദുആ ചെയ്യുന്നു. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുന്നു. അവർ പതിച്ചവനിൽ പങ്കുചേർക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ വിസ്മരിച്ചുകൊണ്ട് നന്ദി കാണിക്കുന്നതിന് പകരം അവർ നന്ദികേടാണ് കാണിക്കുന്നത് എന്നതാണ് ഖുർആൻ ഇവിടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിൽ അവിടുന്ന് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ സാലബത്ത് ബിനു ഹാത്തിബ് എന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സമ്പത്തിനോട് ഏറെ താല്പര്യമായിരുന്നു. ഇടക്കിടക്ക് റസൂലിൻ്റെ അരികിൽ വന്നുകൊണ്ട് പറയും, റസൂലേ, എനിക്കൊരു ധനികനാകണം, കുറച്ച് ഇടങ്ങേറിലാണ് ഞാൻ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കെങ്ങാനും സമ്പത്ത് പഠിച്ചോൻ തരികയാണെങ്കിൽ ഞാൻ അതിന് അവകാശികൾ ആരൊക്കെയുണ്ടോ, അർഹതപ്പെട്ട ആളുകൾ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഞാനത് കൊടുക്കും റബ്ബേ, ആരെയും ഞാൻ മറക്കില്ല എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം വന്നിങ്ങനെ സമ്പത്തിൻ്റെ കാര്യം പറയും. റസൂൽ അപ്പം പറയും, എന്നെ നീ കണ്ടില്ലേ? നന്ദി കാണിക്കാൻ സാധിക്കാത്ത വിധം ധാരാളം സമ്പത്ത് നമ്മുടെ അരികിൽ കുന്നുകൂടുന്നതിനേക്കാൾ നല്ലത് നന്ദി കാണിക്കാൻ കഴിയും വിധം കുറച്ച് നമുക്കത് ലഭിക്കുന്നതാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട്
നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്ത് നമുക്ക് ജീവിതം കഴിച്ചു കൂട്ടാൻ കഴിഞ്ഞാൽ അതാണ് സഅലബേ നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഗുണദോഷിക്കുമായിരുന്നു. പിന്നീടും അദ്ദേഹം ഇങ്ങനെ ഇത് പറയാൻ തുടങ്ങിയപ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ജീവിതാഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്തു. അങ്ങനെ അദ്ദേഹം ഒരു വലിയ സമ്പന്നനായി. പക്ഷെ സമ്പത്ത് കിട്ടിയപ്പോൾ സ്വഭാവം മാറി. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. ഇത് മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ്. പഠിച്ചോൻ അവന് സമ്പത്ത് കൊടുക്കുന്നത് വരെ എനിക്ക് കിട്ടിയാൽ തരക്കേടില്ല, ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, നന്ദിയുള്ളവനാകും, സജ്ജനങ്ങളിൽ പെട്ടുകൊള്ളാം എന്നൊക്കെ അവൻ്റെ മനസ്സ് അവനോട് പറഞ്ഞ് അതിനു വേണ്ടി ദുആ ചെയ്യും. അനുഗ്രഹം കിട്ടിയാൽ അതൊക്കെ എവിടുന്ന് കിട്ടി എന്നത് തന്നെ അവൻ മറന്നു പോകും. എന്നിട്ട് ഇദ്ദേഹം പിന്നെ ജമാഅത്ത് നമസ്കാരത്തിൽ തന്നെ കൃത്യമായി പങ്കെടുക്കാത്ത ഒരാളായി മാറി. സ്വന്തം നിർബന്ധ ആരാധനാ കർമ്മങ്ങളിൽ വരെ വീഴ്ച വരുത്തുന്ന ഒരു വ്യക്തിയായി മാറി. കാരണം പിന്നെ സമ്പത്താണ് അവന്റെ മനസ്സിൽ മുഴുവനും. ഓൻ തിരക്കിലായി, അവൻ നെട്ടോട്ടത്തിലായി, ദുനിയാവിന്റെ തിരക്കാണ്. മറ്റെല്ലാ കാര്യങ്ങളും അവൻ മറന്നു പോകുന്ന ഒരവസ്ഥയിലായി. ഈ ഒരു വ്യക്തിയെക്കുറിച്ച് അത് പ്രത്യേകമായല്ലെങ്കിലും എല്ലാവരുടെയും ഒരു പൊതു സ്വഭാവം എന്ന നിലക്ക് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ആ സന്ദർഭത്തിൽ അവതീർണമായത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ഓതി കേൾപ്പിക്കുന്നുണ്ട്. വമിൻഹും മൻ ആഹദല്ലാഹ്. നബിയെ, അവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്യുന്നവരുണ്ട്. റബ്ബേ, എനിക്കിന്ന് തന്നാൽ എന്തായാലും ഞാൻ അതിൻ്റെ അവകാശികൾക്കൊക്കെ കൊടുക്കും, സമ്പത്ത് ധാരാളമായി തരണം, ഞാൻ എല്ലാവർക്കും ധർമ്മം ചെയ്തു കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിനോട് കരാർ ചെയ്യുന്നവർ അവരിലുണ്ട്. എന്നാൽ ഇൻ ആതാനാ മിൻ ഫളിഹി ലനസ്വദ്ദഖന്ന വലനകൂനന്ന മിനസ് സ്വാലിഹീൻ. ഇതാണ് അവരുടെ കരാർ. അള്ളാഹുവേ, നിന്റെ ഫളല് എനിക്ക് നൽകുകയാണെങ്കിൽ ഞങ്ങൾ സ്വതക്ക കൊടുക്കും, ഞങ്ങൾ സജ്ജനങ്ങളിൽ ഉൾപ്പെടും എന്നൊക്കെ അത്തരക്കാരായ ആളുകൾ പറയും. ഫലമ്മാ ആതാഹും മിൻ ഫളലി ബഖിലൂ ബിഹി. എന്നാൽ അവർക്ക് അള്ളാഹുവിന്റെ ഔദാര്യം നൽകുകയാണെങ്കിലോ അവർ ഒന്നും കൊടുക്കാതെ പിശുക്കന്മാരാകും, അവർ പിശുക്ക് കാണിക്കുന്നവരായി തീരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മാത്രമല്ല വതവല്ലൗ വഹും മുഅ്രിദൂൻ. അള്ളാഹുവിന്റെ കൽപ്പനകളെയൊക്കെ അവർ അവഗണിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയുകയാണ് അവർ ചെയ്യുന്നത് എന്ന് ഖുർആൻ അവരെ കുറിച്ച് പറയുന്നു. അങ്ങനെയുള്ള ആളുകളുടെ മനസ്സ് എങ്ങനെയായിത്തീരുമെന്നോ ഫഅഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം. അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ കാപ്പട്യം കുടിയിരുത്തുമെന്നാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനോട് കരാർ ചെയ്ത് ദുആഇരന്ന് എനിക്ക് സമ്പത്തും ഭൗതിക സമൃദ്ധിയും ഐശ്വര്യങ്ങളൊക്കെ തന്നാൽ ഞാൻ സജ്ജനങ്ങളിൽ ഉൾപ്പെടും റബ്ബേ, ഞാൻ അതിൻ്റെ അർഹരായ ആളുകൾക്ക് സമ്പത്ത് കൊടുക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച അള്ളാഹു അത് നൽകിയിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? ഈ കരാറൊക്കെ അവൻ മറന്നു പോകുന്നു, അവൻ അള്ളാഹുവിന് നന്ദികേട് കാണിക്കുന്നു. അത്തരക്കാരുടെ മനസ്സുകളിൽ അള്ളാഹു കാപ്പട്യത്തെ കുടിയിരുത്തുന്നത് ഏതുവരെയാണെന്നോ ഇലാ യൗമി യൽഖൗനഹു, ആ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം വരെ അത്തരക്കാരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കപടത നിറഞ്ഞു നിൽക്കുന്ന, എവിടെയാണെങ്കിലും സമ്പത്തൊക്കെ അള്ളാഹു കൊടുത്തത് എമ്പാടും കുന്നുകൂട്ടി വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ ആവശ്യക്കാർ വരുമ്പോൾ കൊടുക്കൂല, അവർക്ക് തന്നെ ഒരുപാട് പ്രാരാബ്ദങ്ങളായിരിക്കും. ചോദിച്ചു വരുന്ന ആളുകൾ എന്തെങ്കിലും അയാൾക്ക് കൊടുത്ത് സഹായിക്കേണ്ടി വരുമോ എന്നുള്ള തോന്നലുണ്ടാകുന്ന വിധത്തിലുള്ള പ്രാരാബ്ദങ്ങളുടെ കെട്ടുകൾ അഴിച്ചു വെക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടാവും. ഇതാണ് കപടത എന്ന് പറയുന്നത്.
ഏതുവരെ ഉണ്ടാവുന്നു? അള്ളാഹിനെ കണ്ടുമുട്ടുന്നത് വരെ എന്ന് പറഞ്ഞ മരണം വരെ ഇത്തരക്കാരുടെ മനസ്ഥിതി ഇതാകും. ബിമാ അഖ്ലഫുല്ലാഹ മാ വഅദൂഹു, അള്ളാഹുവിനോട് അവർ ചെയ്ത ഈ കരാറ് ലംഘിച്ചത് നിമിത്തമാണ് അള്ളാഹു ഇങ്ങനെയുള്ളൊരു മനസ്ഥിതി അവരിൽ ഉണ്ടാക്കി തീർത്തത്. വബിമാ കാനൂ യക്രിബൂൻ, പിന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കളവിനാലുമാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യരായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങളെ എത്രമേൽ നമ്മൾ ഓർത്തെടുത്തുകൊണ്ട് അതിന് ശുക്ർ ചെയ്യണമെന്നാണ് ഈ പാഠങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണമെന്നാണ്. നമുക്കറിയാം, ഇങ്ങനെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബത്തിന് പല കഥകളും പറഞ്ഞു കൊടുക്കാറുണ്ട്. വക്താനലംഘനം, നന്ദികേട്, കൂറില്ലായ്മ, ഇതൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെച്ചു പുലർത്തിയിരുന്ന ഒരു സമൂഹമായിരുന്നു ബനി ഇസ്രായേല്യർ. അതുകൊണ്ട് തന്നെ ബനി ഇസ്രായേല്യരിൽ നിന്നുള്ള 3 ആളുകൾക്കുണ്ടായ പരീക്ഷണത്തിന്റെ കഥ തൻ്റെ അനുചരനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. 3 ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചത്. ഒരു വ്യക്തിക്ക് നൽകിയത് പാണ്ഡുരോഗമാണ്. മറ്റൊരു വ്യക്തിയുടെ തലയിൽ തീരെ മുടിയില്ല. മറ്റൊരു വ്യക്തിയെ അള്ളാഹു പരീക്ഷിച്ചത് അന്ധതയിലൂടെയാണ്, കണ്ണു കാണാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒരു മലക്കിനെ മനുഷ്യരൂപത്തിൽ പറഞ്ഞയക്കുന്നുണ്ട്. ഈ മലക്ക് ആദ്യമായി പാണ്ഡുരോഗിയുടെ അരികിൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, സഹോദര, താങ്കളുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന കാര്യം എന്താണ്? അദ്ദേഹം പറയുന്നു, എൻ്റെ ഈ രോഗമാണ്, ഇതൊന്ന് എത്രയും വേഗം മാറിക്കിട്ടണമെന്ന് എനിക്കതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ മലക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒന്ന് തടവി അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായി മാറി അദ്ദേഹത്തിന് നല്ല തൊലിയും സൗന്ദര്യവും അത് മുഖേന ലഭിച്ചു. ഫമസഹഹു ഫദഹബ അൻഹു ഖദിറഹു വഅഅത ലൗനൻ വജിൽദൻ ഹസന എന്ന ഹദീസിൽ പറയുന്നു. അയാൾ ഒരു സുന്ദരനായി മാറി. മലക്ക് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക്, സമ്പത്തിൽ ഏതിനമാണ് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്? ഖാല, അദ്ദേഹം പറയുന്നുണ്ട്, അൽ ഇബിൽ, എനിക്ക് ഒട്ടകത്തിനെയാണ് ഇഷ്ടം. ഫഅഅത നാഖതൻ ഉശ്റാ വഖാല ബാറക്കല്ലാഹു ലക ഫീഹാ, പൂർണ്ണ ഗർഭിണിയായ ഒരു ഒട്ടകത്തെ അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ അള്ളാഹു നിനക്ക് ബർക്കത്ത് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മലക്ക് അവിടുന്ന് പോയി. രണ്ടാമത് തലയിൽ തീരെ മുടിയില്ലാത്ത ഈ കഷണ്ടി തലയൻ്റെ അരികിലേക്കാണ് പോയത്. അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്ന് മലക്ക് ചോദിച്ചു, നിനക്കെന്താ പ്രയാസം? അദ്ദേഹം പറഞ്ഞു, എൻ്റെ തല കണ്ടില്ലേ, എനിക്കും ആഗ്രഹമില്ലേ തല നിറച്ച് മുടിയുണ്ടാകാൻ. ആ സന്ദർഭത്തിലും മലക്ക് അദ്ദേഹത്തിൻ്റെ തലയിൽ തടവിയപ്പോൾ സമൃദ്ധമായ മുടി അദ്ദേഹത്തിൻ്റെ തലയിൽ, അങ്ങനെ നല്ല സുന്ദരനായ മുടിയുള്ളവനായി അദ്ദേഹം മാറുന്നു. അദ്ദേഹത്തോടും ചോദിച്ചു, ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക്, നിനക്കിഷ്ടമുള്ള സ്വത്ത് ഏതാണ്? ഖാൽ, അദ്ദേഹം പറഞ്ഞു, അൽ ബഖറു, എനിക്ക് പശു ഇനങ്ങളാണ് ഇഷ്ടം. അപ്പോൾ അദ്ദേഹത്തിന് ഫഉതിയ ബഖറൻ ഹാമിലൻ, ഗർഭിണിയായ ഒരു പശുവിനെ അദ്ദേഹത്തിന് നൽകി. മലക്ക് പറഞ്ഞു, ബാറക്കല്ലാഹു ലക ഫീഹാ, ഇതിൽ അല്ലാഹ് നിനക്ക് ബർക്കത്ത് ചൊരിയട്ടെ. അങ്ങനെ പിന്നീട് അദ്ദേഹം ചെന്നത് ഒരു അന്ധനായ വ്യക്തിയുടെ അരികിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്ന് മലക്ക് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താവശ്യമാണുള്ളത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ പ്രപഞ്ചമൊന്ന് നോക്കിക്കാണണം, എനിക്ക് കാഴ്ച കിട്ടണം, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. മലക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ തടവിയപ്പോൾ 2 കണ്ണുകൾക്കും കാഴ്ച ലഭിച്ചു. മറ്റുള്ളവരോട് ചോദിച്ച പോലെ തന്നെ മലക്ക് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഏത് സ്വത്തിലാണ് താല്പര്യം? അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക്
അൽ ഗനം, ആടിനെയാണ് ഇഷ്ടം. ഫഉഴ്തിയ ഷാത്തൻ വാലിദൻ ഐ ഹാമില, ഗർഭിണിയായ ഒരു ആടിനെ ആ സഹോദരന് നൽകുന്നുണ്ട്. അങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ കഴിഞ്ഞു. കാലം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ആൾക്ക് അദ്ദേഹം ഒട്ടകക്കൂട്ടത്തിൻ്റെ ഉടമയായി, വലിയ സമ്പന്നനായി, ആസ്തിയുണ്ടായി. രണ്ടാമത്തെ ആൾ അദ്ദേഹത്തിന് ധാരാളം പശുക്കളുടെ സമ്പത്തുണ്ടായി. മൂന്നാമത്തെ ആൾക്കോ അദ്ദേഹത്തിന് ധാരാളം ആട്ടിൻപറ്റങ്ങളുണ്ടായി. അങ്ങനെ സുഭിക്ഷമായി സമൃദ്ധിയിൽ അവരിങ്ങനെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവരെ പരീക്ഷിക്കാൻ വേണ്ടി മലക്കിനെ പറഞ്ഞയച്ചു. ആദ്യത്തെ വ്യക്തിയുടെ അരികിൽ മലക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, ഞാനിതാ ഒരു പാവമാണ്, ഫലാ ബലാഗ ലിയൽ യൗം ഇല്ലാ ബില്ലാഹ് സുമ്മ ബിക്, ഞാൻ കഷ്ടപ്പെടുകയാണ് ഇന്ന്. അള്ളാഹുവിൻ്റെ സഹായം, പിന്നെ നിന്നെപ്പോലുള്ള ആളുകളുടെ സഹായമല്ലാതെ എനിക്ക് രക്ഷയ്ക്ക് യാതൊരു വഴിയുമില്ല. സഹോദര, എനിക്ക് എന്തെങ്കിലും തന്നെ എന്നെ സഹായിക്കണം. അപ്പം അദ്ദേഹം പറഞ്ഞ എന്തായിരുന്നു? ഫഖാലൽ ഹുഖൂഖു കസീറ, നീ കാണുന്ന പോലെയല്ല, എനിക്ക് എന്നെ നിവൃത്തിയില്ല, ഒരുപാട് ബാധ്യതകൾ എനിക്കുണ്ട്, അതുകൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയച്ചു. ആ സന്ദർഭത്തിൽ മലക്ക് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നീ ഒരു പാണ്ഡുരോഗിയായിരുന്നില്ലേ? ഒന്നുമില്ലാത്തവനായിരുന്നില്ലേ? നിന്റെ രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തി തന്നില്ലേ? ഈ കണ്ട സമ്പൽ സമൃദ്ധിയും ഈ ഒട്ടകക്കൂട്ടങ്ങളെയും ഒക്കെ നിനക്ക് എവിടുന്ന് കിട്ടിയതാണ്? അള്ളാഹു തന്നതല്ലേ? ഇൻ കുന്ത കാദിബൻ ഫസയ്യറകല്ലാഹു ഇലാ മാ കുന്ത്, നീ പറഞ്ഞ കാര്യം കളവാണെങ്കിൽ നിന്റെ ആദ്യ അവസ്ഥയിലേക്ക് അള്ളാഹു നിന്നെ മാറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മലക്ക് അവിടുന്ന് പോയി. അദ്ദേഹം ആദ്യ രൂപത്തിലേക്ക് തന്നെയായി. രണ്ടാമത്തെ ആളുടെ അരികിൽ വന്നു. ഈ പഴയ കഷണ്ടി തലയുടെ ഉടമ മലക്ക് ചെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോഴും നേരത്തെ പറഞ്ഞ ആൾ സംസാരിച്ച പോലെ തന്നെയാണ് സംസാരിച്ചത്. ഭൂതകാലം മറന്നു പോകുന്ന മനുഷ്യന്മാർ, കഴിഞ്ഞ കാലത്തുണ്ടായ പരീക്ഷണങ്ങളെയും സങ്കടങ്ങളെയും കഷ്ടപ്പാടുകളെയും രോഗങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ മറന്നു പോകുന്ന മനുഷ്യന്മാർ, അതിൽ നിന്നൊക്കെ അള്ളാഹു അവർക്ക് രക്ഷയും അനുഗ്രഹവും സുഭിക്ഷതയും സമ്പൽ സമൃദ്ധിയും നൽകി. അതിനെക്കുറിച്ച് ഓർക്കാതെ നന്ദി കാണിക്കാതെ കഴിഞ്ഞുകൂടുന്ന മനുഷ്യന്മാർ, അവർക്കുള്ള ഉദാഹരണങ്ങളായിക്കൊണ്ടാണ് റസൂലുള്ളാഹി ഈ കഥയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മലക്ക് അയാളുടെ തലയിൽ നേരത്തെ തടവിയ പോലെ തടവി അദ്ദേഹത്തിൻ്റെ എല്ലാ സൗന്ദര്യവും അസ്തമിച്ചു പോയി, മുടിയൊക്കെ കൊഴിഞ്ഞുപോയി, അദ്ദേഹത്തിൻ്റെ സമൃദ്ധിയൊക്കെ ഇല്ലാതായി. മൂന്നാമതായി കണ്ണുപൊട്ടൻ്റെ അരികിലേക്ക് മലക്ക് ചെല്ലുന്നുണ്ട്. ആ സാധുവിൻ്റെ അരികിൽ ചെന്ന് അദ്ദേഹം സങ്കടങ്ങൾ പറഞ്ഞു, എന്നെ നീ സഹായിക്കണം, ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഓർത്തു, ഖദ് കുന്തു അഅ്മാ ഫറദ്ദല്ലാഹു ഇലയ്യ ബസരി, പൊന്നു സഹോദര, ഞാനൊരു കണ്ണുപൊട്ടനായിരുന്നു, കുരുടനായിരുന്നു, അല്ലാഹ് എനിക്ക് കാഴ്ച നൽകി. മാത്രമല്ല ഈ കാണുന്ന സമൃദ്ധിയൊക്കെ അള്ളാഹു എനിക്ക് നൽകിയതാണ്, എൻ്റെ കഴിവല്ല. ഫഖുദ് മാ ശിഅത വദഅ മാ ശിഅത, നിനക്ക് വേണ്ടതൊക്കെ എടുത്തോ, വേണ്ടാത്തത് ഒഴിവാക്കിക്കോ, അത് മതി എനിക്ക്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഈ സമ്പൽ സമൃദ്ധിയും സുഭിക്ഷതയും ഒന്നും കിട്ടുമായിരുന്നില്ല എന്ന് പറഞ്ഞു. ഈ സന്ദർഭത്തിൽ മലക്ക് പറഞ്ഞു, ഫഇന്ന മുബ്തിലീതും റളിയല്ലാഹു അൻക, ഇതൊരു പരീക്ഷണമാണ് സഹോദര, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിന്റെ ഈ മനസ്സാണ് വേണ്ടത്, നിന്റെ ഈ നന്ദിബോധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിന്നെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സംതൃപ്തനായിട്ടുണ്ട് എന്നാണ്. ഇത് നബി വെറുതെ പറഞ്ഞു കൊടുത്ത ഒരു കഥയല്ല. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുമുല്ലാ തങ്ങളുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച ഒരു സംഭവമാണ്. ഇത് മൂന്ന് വ്യക്തികളാണെങ്കിൽ, മൂന്ന് വിധത്തിലുള്ള പരീക്ഷണങ്ങളാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെയുള്ള പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിധേയരാക്കുമ്പോൾ
നമ്മുടെ ഭൂതകാലം മറന്നു പോകുന്ന അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകരുത്. നന്ദികേടും കൂറില്ലായ്മയും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. മനുഷ്യ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹത്തെക്കുറിച്ച് നീ എടുത്തു പറയണമെന്നാണ്. എന്തിനു വേണ്ടിയാണ് എടുത്തു പറയേണ്ടതെന്നോ? അതിന് ശുക്ർ ചെയ്യാൻ. ആരെങ്കിലും ചോദിച്ചു വരുമ്പോൾ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ആയിരിക്കും എന്താ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടത് കൊടുക്കാൻ. ആവശ്യക്കാരെ നമ്മുടെ അരികിലേക്ക് വരുന്നത്, ആ സന്ദർഭത്തിൽ ഒരിക്കലും അവരെ നിങ്ങൾ അവഗണിക്കരുത്. എന്തെങ്കിലും കൊടുക്കണം. ഖുർആൻ പറയുന്നത് എന്താണെന്നോ? ഖൗലും മഅറൂഫ്, ഒരു നല്ല വാക്കെന്നെങ്കിലും പറയണം. ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ളതെല്ലാം, നമ്മൾ അനുഭവിക്കുന്നതെല്ലാം അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ് സഹോദരങ്ങളെ. നമ്മുടെ ശ്വാസനിശ്വാസങ്ങൾ നോക്കൂ. ശ്വാസം വിടുന്നുണ്ട്, നമ്മൾ വലിക്കുന്നുണ്ട്. എവിടെയും ഫീസ് അടക്കുന്നില്ല. രോഗിയായി ഒരു 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി. ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് ഓക്സിജൻ സൃഷ്ടിച്ച വക ബില്ല് വരുമ്പോ അറിയും. അത് നമ്മുടെ വയസ്സ് വെച്ചൊന്ന് പെരുക്കി നോക്കി എത്രയാണ് അതിന്റെ തുക എന്ന്. അത് മാത്രം മതി, മറ്റൊക്കെ നമ്മൾ ആലോചിച്ചാൽ മതി. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. മനുഷ്യ, അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നീ സംസാരിക്കൂ. പഠിച്ചോനെ, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് അന്നാന്ന് കഴിയാനുള്ള വകയുണ്ട്. റബ്ബേ, എനിക്ക് യാത്ര ചെയ്യാനുള്ള വാഹനമുണ്ട്, എനിക്ക് മക്കളുണ്ട്, കുട്ടികളുണ്ട്, പ്രയാസങ്ങളൊന്നുമില്ലാതെ അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിഞ്ഞു പോകുന്നുണ്ട്. അൽഹംദുലില്ലാ എന്ന് പറയണം. എങ്ങനെയുണ്ട് സഹോദരാന്ന് ചോദിച്ചാൽ അങ്ങനെ പോണ് എന്നതല്ല വേണ്ടത്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ശുക്ർ ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ നൽകുന്ന ഗണ്യാലൊടുങ്ങാത്ത, നമുക്ക് പട്ടികപ്പെടുത്താൻ കഴിയാത്തത്ര വിധം അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് അതിന് അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. റഹ്മാനായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായി, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയ ധാരാളം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. ഞങ്ങളുടെ മനസ്സിൻ്റെ മന്ത്രങ്ങൾ അറിയുന്നവനെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഞങ്ങൾക്ക് പുറത്തു തരുന്നവനെ, മാപ്പ് നൽകുന്നവനെ, ഞങ്ങളിൽ പറ്റിപ്പോയ എല്ലാ തെറ്റുകളും നീ ഞങ്ങൾക്ക് പുറത്തു തന്ന് മഗ്ഫിറത്തും മർഹമത്തും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. രോഗത്തിൻ്റെ വേദനകളും ചരണങ്ങളും അനുഭവിച്ച് ഓപ്പറേഷന് വിധേയനാകാൻ ആശുപത്രികളിലൊക്കെ കാത്തു നിൽക്കുന്ന പല ആളുകളും പ്രാർത്ഥനയ്ക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അങ്ങനെ ആവശ്യപ്പെട്ടവരും അല്ലാത്തവരുമായ എല്ലാ രോഗികൾക്കും റഹ്മാനെ നീ പരിപൂർണ ശിഫയും ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ വാത്സല്യനിധികളായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, ഇഷ്ടജനങ്ങൾ, അവരുടെ പാപങ്ങൾ പൊറുക്കണമേ. അവർക്ക് നീ കരുണ ചൊരിയണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിലെ പ്രയാസപ്പെടുന്ന ആളുകൾ, ദുരിതമനുഭവിക്കുന്നവർ, സാമ്പത്തികമായ ക്ലേശങ്ങളും കടബാധ്യതകളും പേറി നടക്കുന്ന ആളുകൾ, റഹ്മാനെ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണമേ. ജീവിത സന്ധാരണത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ തൊഴിലുകളിലും കച്ചവടങ്ങളിലും കൃഷിയിലും ഞങ്ങളുടെ മറ്റേർപ്പാടുകളിലുമൊക്കെ
നിൻ്റെ ബർക്കത്തുകൾ, നിൻ്റെ റഹ്മത്ത് നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ. ഞങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ളൊരു നല്ല മനസ്സും എപ്പോഴും നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.